യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവാനുഗ്രഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുവാണ്. എല്ലാ ദിവസവും ദാഹത്തോടെ, കൊതിയോടെ ദൈവവചനം കേൾക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, സന്തോഷത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് കുടുംബമായി ഒരുമിച്ചും ഒറ്റയ്ക്കായിരുന്നും പ്രാർത്ഥനാമുറിയിലിരുന്നും കൂട്ടമായും യാത്രയിലും ഒക്കെ ഇരുന്ന് ഈ വചനത്തെ ശ്രദ്ധിക്കുന്ന സകലരെയും ദൈവനാമത്തിൽ ഓർക്കുകയും നന്ദിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊരു ദൈവാനുഗ്രഹമാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാനോ പ്രാർത്ഥിക്കാനോ ഒരുമിച്ച് വരത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വലിയ സഹായമാണ് ഈ ശുശ്രൂഷകളിലൂടെ ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം എത്രയോ ജീവിതങ്ങളെയാണ് കൈപിടിച്ച് നടത്തുന്നത്. എത്രയോ പേരുടെ ജീവിതത്തിനകത്തുള്ള നിരാശയെ, ആത്മഹത്യാ പ്രവണതയെ ഒക്കെയാണ് ദൈവം മാറ്റി പ്രതീക്ഷയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതെല്ലാം തികച്ചും മനുഷ്യൻ്റെ ബുദ്ധിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അത് ദൈവാനുഗ്രഹമാണ്. ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചില പ്രയാസത്തിലാണോ, ഉള്ളുലയ്ക്കുന്ന ചില പ്രതിസന്ധി നടുക്കാണോ, ആകെ മനസ്സ് വല്ലാതെ ഇരിക്കുവാണോ, എന്തു ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഇരിക്കുന്നത്? ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ ചിലപ്പോൾ പേടിക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം പറഞ്ഞോ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഉത്കണ്ഠയിലാണോ, ആകുലതയിലാണോ? പ്രാർത്ഥിക്ക്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഞാനിന്ന് ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എടുക്കുന്ന വചനം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അവസാനത്തെ വാക്കാണ്, 22-ാമത്തെ വാക്യം. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഇന്നത്തെ സാഹചര്യങ്ങളെ മാറ്റാനുള്ള ഒരു വലിയ ദൈവ പദ്ധതി ദൈവത്തിന് നിങ്ങളുടെ മേലുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത്. സാഹചര്യങ്ങളെ മാറ്റി ജീവിതത്തെ ഒരു അത്ഭുതമാക്കാൻ ദൈവത്തിന് പറ്റും. പുറപ്പാട് 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു, ഹെബ്രായർക്കു ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയണം, പെൺകുട്ടികൾ ജീവിച്ചു കൊള്ളട്ടെ. ആൺകുട്ടികളെയെല്ലാം എറിയണം, പുഴയിൽ ഒഴുകിക്കളയണം, അല്ലെങ്കിൽ നശിപ്പിക്കണം, കൊല്ലണം, ജീവിക്കാൻ അനുവദിക്കേണ്ട. ആരുടെ തീരുമാനം? രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ തീരുമാനമാണ്. അപ്പീലിലിനി ഇതിന് ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. രാജാവിൻ്റെ ഡിസിഷനാണ്, തീരുമാനമാണ്. അങ്ങനെ ഈ മോശയെ രഹസ്യത്തിൽ ജീവിക്കാൻ പറ്റാതെ നൈൽ നദിയിൽ ഒഴുക്കിക്കളയുന്നുണ്ട്. ഒരു ഞാങ്ങണച്ചെടിയിൽ ഇടയിൽ കൊണ്ടുപോയി വയ്ക്കുകയും നൈൽ നദിയിൽ ഒഴുക്കി വിടുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ, ഇത്രയും കാണുമ്പോൾ എന്ത് മനസ്സിലാവും? ജീവിതം പോയി, ഭാവി പോയി, ഇനി എന്തു ചെയ്യാനാ? ജീവിക്കാൻ ഭാഗ്യമില്ലല്ലോ, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, തീർന്നല്ലോ. ഇതൊക്കെ നമുക്ക് ഫുൾ സ്റ്റോപ്പായിടാൻ തോന്നുന്നേ. പക്ഷേ നൈൽ നദിയിൽ ഒഴുക്കിക്കളയാൻ ഞാങ്ങണച്ചെടിയുടെ ഇടയിൽ കൊണ്ടുപോയി വച്ചെങ്കിലും സാഹചര്യം അങ്ങനെയൊക്കെ എല്ലാം പ്രതികൂലമായിരുന്നേലും, എല്ലാം നിയമം പോലും എതിരായിരുന്നേലും ദൈവം എത്തിച്ചത് എവിടെയെന്നറിയാമോ? രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. ഇന്ന് സാഹചര്യം കണ്ടുകൊണ്ട് നമ്മൾ പറയും, എൻ്റെ വീട് രക്ഷപ്പെടാൻ സാധ്യതയില്ല, പിള്ളേർ പഠിക്കാൻ സാധ്യതയില്ല, അവർക്ക് ജോലി കിട്ടാൻ സാധ്യതയില്ല, അവരുടെ കല്യാണം നടക്കാൻ സാധ്യതയില്ല. ഞങ്ങളുടെ സാഹചര്യം ഇതല്ലേ, ഞങ്ങളുടെ വീട് ഇതല്ലേ, ഞങ്ങളുടെ അവസ്ഥ ഇതല്ലേ,
ഞങ്ങളെ നാട്ടുകാരൊക്കെ ഇങ്ങനെയല്ലേ കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത്. ഞങ്ങൾക്ക് എവിടെയാണ് ഒരു വിലയുള്ളത്? ഞങ്ങളങ്ങനെ ഒറ്റപ്പെട്ടു പോയവരാ. ഇനി ഒരു നല്ല കാര്യം നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്നവരും മുറിയിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരും ഈ സങ്കടം കൊണ്ടു നടക്കുന്നവരൊക്കെയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെ നടക്കാനാ? ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആഘോഷം വെച്ചാൽ ആരെങ്കിലും വരുമോ? ഞങ്ങൾക്ക് നാട്ടിലും വീട്ടിലൊന്നൊരു വിലയില്ല. ഇവിടെ നിന്നൊക്കെ വിറ്റുപോകണമെന്ന് ആഗ്രഹിച്ച് അത് നടക്കുന്നില്ല. എല്ലാം കൊണ്ടും ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരാണ്. എന്തു ചെയ്യാനാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നൈൽ നദിയിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഞാങ്ങണച്ചെടിയുടെ ഇടയിൽ വെച്ച് നൈൽ നദിയിലൂടെ ഒഴുക്കിവിടാൻ പ്ലാൻ ഇടുമ്പം എല്ലാം അവസാനിച്ചു എന്നാ പ്രിയപ്പെട്ടവർ പോലും ചിന്തിച്ചത്. പക്ഷെ അവസാനിക്കുകയായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവ പദ്ധതി പരാജയപ്പെടുകയില്ല. പ്രതിസന്ധികളുണ്ടാകാം, വെല്ലുവിളി ഉണ്ടാകാം, ഒറ്റപ്പെടലുണ്ടാകാം, ഒഴുകിപ്പോകുന്ന അവസ്ഥയുണ്ടാകാം. നമ്മുടെ ബുദ്ധി, ചിന്തയിലും ആലോചനയിലും നമുക്ക് തോന്നാം ഇനി ഒരു പോസിബിലിറ്റി ഇല്ല, സാധ്യതയില്ല. പക്ഷെ അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ പോകുന്നത്. നൈൽ നദിയിൽ ഒഴുകിപ്പോകുമെന്നാണ് വിചാരിച്ച് ദൈവം എത്തിച്ചത് കൊട്ടാരത്തിലാണ്. ഇതുപോലെ പഴയ നിയമത്തിലെ ജോസഫ് പൊട്ടക്കിണറ്റിൽ വീണപ്പോഴും പൊട്ടിത്തകർന്നു പോയി എന്ന് എഴുതിയിട്ടില്ല. സാഹചര്യങ്ങൾ, നിയമങ്ങൾ എല്ലാം എതിരാണ്. ഒരൊറ്റയാൾ സപ്പോർട്ടില്ല. പൊട്ടക്കിണറ്റിലാണ് കിടന്നത്. പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോഴും പൊട്ടിത്തകർന്നു എന്ന് എഴുതിയിട്ടുണ്ടോ? സാഹചര്യങ്ങൾ പൊട്ടക്കിണറ്റിലാണേലും ദൈവം പിന്നീട് എത്തിച്ചത് കൊട്ടാരത്തിലാണ്. നൈൽ നദിയിലാണ് വന്ന് വീണെങ്കിലും കിടന്നതെങ്കിലും എത്തിച്ചത് കൊട്ടാരത്തിലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ ചില സാഹചര്യങ്ങളും ഇന്നായിരിക്കുന്ന അവസ്ഥയും കണ്ട് വിധി പറയാൻ വരട്ടെ. നിങ്ങളെക്കുറിച്ചൊരു ദൈവ പദ്ധതിയുണ്ട്. അത് പൊട്ടിത്തകർന്നു പോകണം, അല്ലെങ്കിൽ തകർന്നു പോകണം, നശിച്ചു പോകണം എന്നുള്ളതല്ല. അതോടൊപ്പം അല്ലെ നൈൽ നദിയിൽ ഒഴുകിപ്പോയി വേറൊരു വലിയ വെള്ളച്ചാട്ടത്തിൽ വീണ് എല്ലാം പൊട്ടിത്തകർന്ന് വെള്ളം കുടിച്ച് മരിക്കും എന്നുള്ളതൊന്നും അല്ല പദ്ധതി. നിങ്ങളെ കൊട്ടാരത്തിലെത്തിക്കാനുള്ള, നിങ്ങളെ അധികമായി അനുഗ്രഹിച്ചുയർത്താനുള്ള ദൈവ പദ്ധതി നിങ്ങളെക്കുറിച്ച് ദൈവത്തിനുണ്ട്. നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാത്ത വിധത്തിൽ, മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലുമില്ല, അത്രയൊക്കെ എത്താൻ പറ്റുമോ, അങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ, അസാധ്യമെന്ന് തോന്നും. പക്ഷെ ദൈവത്തിന് നിങ്ങളെ ഇന്ന് പൊട്ടക്കിണറ്റിലാണേലും ഇന്ന് നൈൽ നദി കിടക്കുന്ന പോലെ ആയാലും നിസ്സഹായതയുടെ ഒത്ത നടുവിലായാലും ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. എത്തിക്കുന്നത് എവിടെയേലുമല്ല, അധികമായി അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത്, അധികമായി അനുഗ്രഹിക്കപ്പെടുന്ന രീതിയിൽ, മറ്റൊരാൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ അതിശയത്തോടെ അവർ കണ്ണുമിഴിക്കും. അയ്യോ, ഇവരെങ്ങനെ അങ്ങനെയായി, ഇവരെങ്ങനെ ആ വീട് വച്ചു, അയ്യോ ഈ കൊച്ചെങ്ങനെ കൊട്ടാരത്തിലെത്തി, അയ്യോ ഇദ്ദേഹം എങ്ങനെ ഭരണാധികാരിയായി. ഒരിക്കലും അവർക്കതൊന്നും കണക്ക് കൂട്ടാൻ പോലും പറ്റില്ല. അതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള കണക്ക്. മറ്റൊരാൾക്കത് കൂട്ടിയാൽ കൂടിയല്ല, അവർക്കത് മനസ്സിലാകല. കണക്ക് ദൈവത്തിൻ്റെ കണക്ക്, ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും അഗ്രാഹ്യമാണ്. ഇന്ന് പൊട്ടക്കിണറ്റിലായാലും പൊട്ടിത്തകരില്ല കേട്ടോ. ഇന്ന് പൊട്ടക്കിണറ്റിലായാലും പൊട്ടിത്തകരില്ല നിങ്ങൾ. ഇന്ന് നൈൽ നദിയിൽ കിടന്ന കുഞ്ഞിൻ്റെ അവസ്ഥയായാലും ഒഴുകിപ്പോകില്ല നിങ്ങൾ. ആ പ്രതിസന്ധിയുടെ ഒപ്പം ഒഴുകിപ്പോകില്ല, ആ കുഴിയിൽ ചെന്ന് ചാടില്ല. ഈ പൊട്ടക്കിണറ്റിൽ പൊട്ടിത്തകരുമെന്ന് പലരും വിധിച്ചു കാണും, ആഗ്രഹിച്ചു കാണും, സ്വപ്നം കണ്ട് കാണും നിങ്ങളുടെ പൊട്ടിത്തകർന്നു പോകുന്ന അവസ്ഥ. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി പൊട്ടക്കിണറ്റിലായിന്നുള്ളതെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി പൊട്ടക്കിണറ്റിൽ കിടന്ന് മരിച്ചു പോകുമെന്നുള്ളതല്ല, കൊട്ടാരത്തിലെത്തുന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യങ്ങൾ മാറും. വീടില്ല, ജോലിയില്ല, വിവാഹമായില്ല, മക്കളായില്ല, സാഹചര്യങ്ങളെല്ലാം ഒന്നിനു പുറകെ ശരിയല്ല, ഒന്നിനു പുറകെ ഒന്നായി രോഗമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അവസ്ഥകൾക്ക് മാറ്റം വരും. അതിനുള്ളൊരു വഴി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട്. മനുഷ്യൻ കാണാത്ത വഴി ദൈവം നമുക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത വഴിയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതിനെ മനുഷ്യനെ കാണിക്കാത്തതെന്നറിയോ?
മനുഷ്യനെ അത് കാണിച്ചാൽ മനുഷ്യൻ അവിടെ ആ വഴി അടയ്ക്കാൻ നോക്കും. മനുഷ്യൻ അതിനെ ഇല്ലാതാക്കാൻ നോക്കും. അതുകൊണ്ടാണ് ദൈവം ഒരുക്കുന്ന വഴി എല്ലാ മനുഷ്യരെയും കാണിക്കാത്തത്. നിന്നെ രക്ഷിക്കാനുള്ള വഴി ദൈവം നിന്നെ കാണിക്കും. ആ വഴിയിലൂടെ ദൈവം നിന്നെ നടത്തും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു കൊട്ടാരതുല്യമായ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കും. കല്ലിലും മുള്ളിലുമൊക്കെ ചവിട്ടി നടക്കുവാന്ന് തോന്നിയാലും അപ്പുറത്തൊരു കാനാൻ ദേശം ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി ദൈവം കണ്ടത്. പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്ന ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. ദൈവമേ, ഈ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചതിന്, എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിന്, എന്നോട് കരുണ കാണിച്ചതിന്, എന്നോട് അലിവ് കാണിച്ചതിന്, എന്നെ സ്നേഹിച്ചതിന്, എന്നെ നടത്തുന്നതിന്, എന്നെ നിയന്ത്രിച്ചതിന് നന്ദി പറയുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും യാത്രകളിലും തീരുമാനത്തിലുണ്ടായിരിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. അവർ പഠിക്കാൻ കഴിയട്ടെ. നല്ല സ്വഭാവം ഉണ്ടാകട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ. എല്ലാ ദിവസവും വചനം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. നിങ്ങളിലൂടെ ആരൊക്കെ വചനം കേട്ടോ അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധത്തിൽ ദൈവം നിങ്ങളെ നയിക്കട്ടെ. ഇന്ന് പൊട്ടക്കിണറ്റിലാണേലും, ഇന്ന് നൈൽ നദിയിലായാലും ഒഴുകിപ്പോകില്ല. പൊട്ടക്കിണറ്റിലാണേലും പൊട്ടിത്താർന്നു പോവില്ല. അപ്പുറത്ത് കൊട്ടാരത്തിൽ ജീവിക്കാൻ പറ്റുന്ന പോലൊരു ഭാഗ്യത്തെ ദൈവ പദ്ധതി ഉള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടൊരു അധികമായി അനുഗ്രഹിക്കപ്പെടാനുള്ള ദൈവ പദ്ധതി. നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ. നല്ല വിശ്വാസം വർദ്ധിക്കട്ടെ. താമസിക്കാൻ നല്ല ഭവനം, സഞ്ചരിക്കാൻ നല്ല വാഹനം, ഭക്ഷിക്കാൻ നല്ല ആഹാരം, ജീവിക്കാൻ പറ്റുന്ന നല്ല സാഹചര്യങ്ങൾ, നല്ല ബന്ധങ്ങൾ, നല്ല പ്രാർത്ഥന എല്ലാം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കണം. അനുഗ്രഹമാണ്. ഇതൊരു സുവിശേഷ വേലയാണ്. ദൈവനാമ മഹത്വത്തിനത് കാരണമാകും. ഈ ശനിയാഴ്ച വൈകുന്നേരം 7 മുതൽ 7:30 വരെ, അല്ലെ 7:35 വരെ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ധ്യാനം ഓൺലൈനിൽ ഇതേ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. ആദ്യമായി നടത്തുന്നൊരു സംരംഭമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, സിസ്റ്റേഴ്സായിട്ടുള്ളവർ, ഇടവകയിലുള്ള സിസ്റ്റേഴ്സ്, അധികാരികൾ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങളുടെ മനസ്സ്, താല്പര്യം, സന്തോഷം അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മുതൽ 7:30, 7:35 വരെ ഏകദേശം ആ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ഉള്ള കയ്യിൽ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ.